കണ്ടില്ല ഒരു ഓട്ടോറിക്ഷ ലോകം ചുറ്റാൻ ഒരുങ്ങുന്ന ഓട്ടോറിക്ഷ എന്നെ പറയാട്ടോ. കാരണം 3 രാജ്യങ്ങളാണ്, ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ, പിന്നെ മ്യാൻമാറാണ് നമ്മളെ ഒരു ഇമാജിനേഷൻ ഉള്ളതല്ലേ. ഈ വണ്ടിമേലെ ലൈനുകൾ പോണ സ്ഥലങ്ങളോ? അതെ, റൂട്ടുകൾ. ഇവിടെ നിന്നാണ് തുടങ്ങുക. കേരള, ഇവിടെ അതാ ഇങ്ങനെ തമിഴ്നാട്, കർണാടക, അങ്ങനെ തെലുങ്കാന, ഹൈദരാബാദ്, ആന്ധ്രാപ്രദേശ്, ഹൈദരാബാദ്, പിന്നെ ഇങ്ങനെ പോയി ഒറീസ. റൂട്ട് ഈ ആൾറെഡി സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടോ? ആ റൂട്ട് ഫുള്ള് സെറ്റാ. അത് ഫുള്ള് ഞാൻ റെഡിയാക്കിയതാണ്. എല്ലാം ഉണ്ട്, അടുപ്പുണ്ട്, അടുപ്പ് ഇവിടെ ഉണ്ട്. അത് സ്റ്റോർ റൂമിലുണ്ട്. അപ്പോൾ എടുത്തുന്ന അപ്പോൾ സ്റ്റോർ റൂമിലുണ്ട് അടുപ്പ്. അതെല്ലാം ഇവിടെ കൊണ്ടുവന്നൊക്കെ അതൊക്കെ ഞാൻ മറക്കും കരുതിയിട്ട് അതൊക്കെ ഞാൻ പോയി വാങ്ങിയത്. അത് ബെഡാണ്. ഇത് രണ്ടും ബെഡ്. ഇത് മറ്റേ അതിൻ്റെ മറ്റേ സാധനം കാറ്റടിച്ചതൊക്കെ അവിടെ ഉണ്ട്. അടുപ്പ് ഞാൻ പോയി വാങ്ങിയതാണ്. മലപ്പുറത്ത് ഓട്ടോറിക്ഷ വിളിച്ച് പോയാണ് വാങ്ങിയതാണ് അടുപ്പ്. എനിക്കിവിടെ ഉപയോഗിക്കും ചെയ്യാം. അതിൻ്റെ അത് പിന്നെ ഓനാണ് പോയത്. ഞാൻ ഓൻ്റെ ഒപ്പം പോയിട്ടില്ല കോഴിക്കോട്ട് നിന്നേ. അതിന്റെ കാറ്റടിച്ചത് അവിടെ ഉണ്ട് ആ ബെഡിൽ. പലചരക്ക് ഫുഡിനുള്ള നമ്മള് സന്ദേശം കൊടുക്കുന്നുണ്ട് കേട്ടോ. അതാണ് നമ്മളൊരു അതായത് മതേതര ഇന്ത്യ എന്നുള്ളതാണ് നമ്മൾ കൊടുക്കുന്ന സന്ദേശം. ഫ്രണ്ട്സേ, ഉള്ളറ്റുമാനമാണ്, വാപ്പുവിൻ്റെ കൂടെയാണ്. ഒരുപാട് കള്ളിവരൊക്കെ വരച്ചിട്ടുള്ളൊരു ഓട്ടോറിക്ഷ പോണ സ്ഥലങ്ങളാണ് കേട്ടോ. അതുപോലെ വലിയൊരു സോളാറൊക്കെ വെച്ചിട്ടുള്ളൊരു ഓട്ടോ, എല്ലാവിധ സൗകര്യങ്ങളും. നിങ്ങൾ കുറച്ചൊക്കെ വീഡിയോൻ്റെ തുടക്കത്തിലൊരു ഇൻട്രോ കേട്ടില്ലേ, ഇങ്ങനെയൊക്കെയാണ്. അതാണ് ഇപ്പോൾ ഒരു ഏകദേശം, അതായത് ഇന്ത്യയുടെ ഒരു സൈഡിലൂടെ യാത്ര ചെയ്തിട്ട് ബീഹാർ വഴിയല്ലേ കയറുക നേപ്പാൾ? അതെ, ബീഹാർ വഴിയാണ് നേപ്പാൾ കയറുക. യു പി വഴിയും കയറാൻ പറ്റും. നേപ്പാൾ കയറിയിട്ട് പിന്നെ ഭൂട്ടാൻ ഭൂട്ടാൻ കയറിയിട്ടാണ് സിക്കിം വഴി ഭൂട്ടാൻ കയറും. പിന്നെയാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ബീഹാർ വഴി നേപ്പാളാണ് മറ്റും. പിന്നെ അത് കഴിഞ്ഞിട്ട് അത് വഴി തന്നെ ഇങ്ങനെ യു പി വഴി ഇറങ്ങും. നമ്മളെ ഹിമാലയത്തിന്റെ സൈഡൊക്കെ കവർ ചെയ്യും. അത് കഴിഞ്ഞ് നേരെ തിരിച്ച് മഹാരാഷ്ട്ര, നമ്മളെ ആ സൈഡ് ഒരു സൈഡ് കൂടെ അങ്ങനെ. പിന്നെ മേലെ കയറി യു പി. അതായത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും പെടും. 28 ഈ വൺ സൈഡ് പോയിട്ട് ഇങ്ങനെ റൗണ്ട് അടിച്ച് ഇങ്ങനെ പോരും എല്ലാ സ്റ്റേറ്റും. മലപ്പുറം മേൽമുറിയിലാണുള്ളത്. ബാപ്പുവിൻ്റെ വീഡിയോസൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നവരൊക്കെ ഏകദേശം കണ്ടിട്ടുണ്ടാവും. ശരിക്കും പേര് സൽമാൻ. പേര് ബാപ്പു എന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയുള്ളൂ നാട്ടിലൊക്കെ. ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് വേറെ ഉണ്ട് കേട്ടോ. ഉമ്മച്ചി ഇവന് പോകാൻ വേണ്ടിയിട്ടൊരു ലൈറ്റൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടല്ലേ അവിടെ. ഉമ്മ ഇതിലാറെ യാത്രാപ്രേമിയാണ്. ഉമ്മച്ചി കുറച്ച് പ്രായമുള്ളതുകൊണ്ടാണ് ഉമ്മച്ചിൻ്റെ പിന്നെ മോൻ്റെ കൂടെ പോവാത്തത്. പിന്നെ അത്രയും സെറ്റപ്പും സൗകര്യങ്ങളും. എത്ര മക്കളാണ് നിങ്ങൾ? ഞങ്ങൾ 3 മക്കള്. 2 പെൺകുട്ടികൾ, ഞാനാ ചെറുത്. ഇപ്പച്ചി ചെറുപ്പത്തിൽ മരിച്ചിട്ടുണ്ടല്ലേ? ഇപ്പച്ചി നമ്മളെ 2 വയസ്സായപ്പോൾ മരിച്ചിട്ടുണ്ട്. പിന്നെ പെങ്ങന്മാരെ കല്യാണം കഴിഞ്ഞു. പെങ്ങൾ രണ്ടാൾ മാത്രമേ ഉള്ളൂ വീട്ടിൽ. ഉമ്മ ഒറ്റക്കാണ്. പക്ഷേ അയൽവാസികൾ കാര്യങ്ങളൊക്കെ ഭയങ്കര സജ്ജീകരണമാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചോദിച്ചത്. കാരണം മോൻ പോയി കഴിഞ്ഞാൽ എന്താണെന്നുള്ളത്. എത്ര വയസ്സായി ഇപ്പോൾ ശരിക്കും? ഇപ്പോൾ 29 കഴിഞ്ഞു, 30-ലോട്ട് പോകാം. സ്റ്റിൽ നോട്ട് മാരീഡ്. ഇൻഷാ അല്ലാഹ് നമ്മൾ പോയി നമ്മളൊരു ഡ്രീമാണ്. സ്വപ്നം കീഴടക്കിയിട്ട് ഇൻഷാ അല്ലാഹ് മേലോട്ട് കയറുന്നുണ്ട്. കല്യാണം കഴിച്ചിട്ടില്ല, 29 വയസ്സായപ്പോൾ എനിക്ക് തന്നെ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു കല്യാണമൊക്കെ നോക്കുന്നുണ്ട്. നല്ല ഒരു അടിപൊളി വീടുണ്ട്, ഒരു എന്താ പറയുക നല്ല സൗകര്യത്തിലുള്ളൊരു വീടും, അതുപോലെ നല്ലൊരു ഉമ്മയുണ്ട് കേട്ടോ. ആർക്കെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ പറയുമ്പോൾ ഞാൻ ഇപ്പം നമ്മള് വീഡിയോ വരുമ്പോഴേ കല്യാണം കഴിച്ചിട്ടില്ല ഞാൻ പറഞ്ഞില്ല, കല്യാണം കഴിച്ചിരുന്നു. ഡിവോഴ്സ്ഡ് ആണ്. ഒരു 6 മാസം. ഒരു ഓരോരുത്തർക്കും ഓരോ വെച്ച് സംസാരിക്കുന്നില്ല. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. നമുക്ക് അതിനോട് പൊരുത്തപ്പെട്ട് പോകാൻ പറ്റില്ല. ആയിക്കോട്ടെ, കുഴപ്പമില്ല. ജസ്റ്റ് പറഞ്ഞു. അപ്പൊ ചിലപ്പോൾ ഈ പ്രഷറായിട്ട് ആളുകൾക്ക് തോന്നുന്നത് എന്തുകൊണ്ട് 29 വയസ്സ് വരെ. ഓക്കെ. ഏതായാലും നമുക്ക് ഇതിലേക്ക് വിഷയത്തിലേക്ക് കിടക്കാം. എന്ന യാത്ര പുറപ്പെടുന്നു? നമ്മൾ ഫെബ്രുവരി 9-ാം തീയതി, അതായത് മറ്റന്നാൾ ഞായറാഴ്ച അല്ലേ? നമ്മൾ വെള്ളിയാഴ്ചയാണ് വീഡിയോ ഷൂട്ട് ചെയ്യണത്. രാവിലെ 10 മണിക്ക് MMT സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ചിട്ട്, നമ്മൾ ആലത്തുപടി MMT ഗ്രൗണ്ടിൽ വെച്ചിട്ട് ഫ്ലാഗ് ഓഫ് ചെയ്യണല്ലേ? അപ്പോൾ ഫ്ലാഗ് ഓഫ് നമ്മളെ യാത്രക്ക് പോകണ നമ്മളെ 3 പേരുടെ ഉമ്മമാരാണ് ഫ്ലാഗ് ഓഫ് ചെയ്യണത്. അതിന്റെ അപ്പുറത്തേക്ക് അത് നമ്മൾക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ നമുക്ക് ശ്രമിക്കാം കേട്ടോ. രാവിലെ 10 മണിക്ക്. അപ്പൊ എനിക്ക് തോന്നുന്നില്ല നമ്മളെ പറഞ്ഞേക്കാൻ അതിന്റെ അപ്പുറത്തേക്ക് വലിയൊരു അവകാശം ലോകത്തുണ്ട് എന്നുള്ളത്. തീർച്ചയായിട്ടും. അപ്പോൾ
മൂന്നാളാ യാത്രയാണ് കൂടെ അല്ലേ? 3 ആളെ യാത്ര. അതായത് നെയ്യും രണ്ടാളും വേറെ. അവരെടുത്ത് തരാം. ഒരാള് തിരൂര് ഭാഗത്തുള്ളതാണ്, ഒരാള് ജവാദ് നമ്മള് കൊണ്ടോട്ടി ഭാഗത്തുള്ളതാണ്. അപ്പൊ അവരെ നമ്മൾ കണ്ടുപിടിച്ചതും വേറെ രീതിയിലൂടെയാണ്. ഫേസ്ബുക്കിൽ ഒരു ഗിവ് പെട്ടു, അല്ല ഇൻസ്റ്റയിലൂടെ ഗിവ് പെട്ടു. ഗിവ് ഉദ്ദേശിച്ചത് യാത്ര ചെയ്യാൻ പറ്റുന്ന താല്പര്യമില്ല. കാരണം ഇത് ഇത്ര ദിവസത്തെ യാത്ര ആയതുകൊണ്ട് നമ്മൾ സുഹൃത്തുക്കളെ അല്ലെങ്കിൽ നമ്മൾ ബന്ധപ്പെട്ട ആളുകളൊന്നും കൊണ്ടുപോയിട്ട് കാര്യമില്ല. യാത്ര എത്രത്തോളം കിക്കുള്ള ആളുകൾക്ക്, യാത്ര തലക്ക് പിടിച്ച ആളുകൾക്ക് ഇതുകൊണ്ട് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റും. കാരണം കയറ്റി ഇറക്കങ്ങൾ ഒരുപാടുണ്ടാവും. കാരണം നിങ്ങൾ പറഞ്ഞു, അതായത് സോളാർ ഉപയോഗിച്ചിട്ട് ലൈറ്റ് കാര്യങ്ങൾ, പിന്നെ വഴിയിൽ 6 മണിക്ക് യാത്ര നിർത്തിയിട്ട് ഫുഡ് ഉണ്ടാക്കൽ, പിന്നെ ടെൻ്റ് അടിച്ചിട്ട് കിടന്നുറങ്ങല്, പിന്നെ അതിൻ്റെ വീഡിയോസൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കാം. പിന്നെ ഇൻസ്റ്റാ പേജും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് കാര്യങ്ങളൊക്കെ യൂട്യൂബൊക്കെ വാപ്പനുണ്ട്. നിങ്ങൾക്ക് യാത്രാപ്രയങ്ങൾ എല്ലാവരോടും കാണണം നിർബന്ധിക്കല്ല, ഇത് കണ്ടിട്ട് അങ്ങനെ ഇതൊന്നുമില്ല. പക്ഷേ നിങ്ങൾക്ക് യാത്രനെ സ്നേഹിക്കണവർക്ക് വീഡിയോ കാണാം. പിന്നെ ഇതിൻ്റെ എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ ഇത് ഞാനൊരു ചെറിയ സെറ്റപ്പിൽ സത്യം പറഞ്ഞാൽ എല്ലാവരും പറയാം നമ്മളെ നാട്ടിൽ നിന്ന് ആർക്കും സപ്പോർട്ടില്ല, നമ്മൾ ചെയ്യണം എന്നുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ച് നേരെ ഓപ്പോസിറ്റ് ആണ്. ഞാനത് പറഞ്ഞ ഒരു 10-16 റുപ്യേൻ്റെ വണ്ടിൻ്റെ ചെറിയ പണി എടുത്തിട്ട് പോകാൻ വിചാരിച്ചാളാണ്. ഇപ്പം നിലവിൽ വണ്ടിമേൽ 1 ലക്ഷം റുപ്യേൻ്റെ മേലെ ഇറങ്ങി. പക്ഷെ എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് ഒരു 10-30,000 റുപ്യക്ക് ഇറങ്ങിയിട്ടുള്ളൂ. ഫുള്ള് ഓരോ കടക്കാർ, ഇപ്പോൾ ഈ സോളാർ ആയിക്കോട്ടെ, ഇതെല്ലാം ഇത് അപ്പോളിസ്റ്റർ പെയിന്റിങ്സ്, അങ്ങനെ എല്ലാ പരിപാടി വർഷാപ്പ് പരിപാടി ഒരുവിധം സ്പോൺസർഷിപ്പാണ്. സ്പോൺസർഷിപ്പ് പറഞ്ഞാൽ നമ്മൾ യാത്രനോട് ത്രില്ലുകൊണ്ട് ഓരോരുത്തർ ചെയ്തിട്ടുണ്ട്. അല്ല 2 സ്റ്റെപ്പിനുണ്ട്. ടൂൾസുകൾ, ഫസ്റ്റ് എയ്ഡ് ബോക്സുകൾ, എല്ലാ സംഗതികളും. അതായത് ഒരു സാധാരണക്കാരന്റെ വീട്ടിലെ ഒരു റൂമിൽ എന്തുണ്ടാവും അതാണ് ഇതിനുള്ളിൽ. അതെ 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 അതെ. പിന്നെ അപ്പോൾ ഒരു ടോർച്ചൊക്കെ കരുതേണ്ടി വരുമല്ലോ. ഉണ്ട് എല്ലാ കാര്യങ്ങളുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ഇതിനിപ്പോൾ നമുക്ക് മറ്റുള്ള പെർമിറ്റ് കാര്യങ്ങളൊക്കെ അങ്ങനെ നമ്മള് പിന്നെ ഞാൻ ചോദിച്ചിരുന്നു ആർട്ടിയിൽ പോയിട്ട്, അപ്പൊ അവര് പെർമിറ്റ് പ്രശ്നമില്ല, പ്രൈവറ്റ് വണ്ടി ആയതുകൊണ്ട്. 1-2 യാത്രകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കേട്ടോ. ഒരാള് പിന്നെ വയനാട്ടിൽ നിന്ന് ഏതൊരു ഓട്ടോ, വയനാട്ടിൽ നിന്ന് കൊറോണ കഴിഞ്ഞ സമയത്ത് ഒരു സ്ട്രൈറ്റ് ലഡാക്ക് പോയി വന്നു. പിന്നൊരു വണ്ടൂരുകാരുണ്ട്, അവര് ഓട്ടോ മാറ്റിയിട്ട് വാനാക്കിയിട്ടുണ്ട്. വണ്ടൂരിൽ നിന്ന് ഒരു ടീം അവര് UP വരെ പോയിട്ട് തിരിച്ചു വന്നതാണ്. യാത്രനെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും. യാത്ര എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് മതത്തിലാണെങ്കിലും ഏത് സംസ്കാരത്തിലാണെങ്കിലൊക്കെ യാത്ര ചെയ്യുക എന്നുള്ളതാണ്. കാരണം യാത്ര ചെയ്യുമ്പോഴാണ് പുതിയ ഞാനൊരു യാത്രാപ്രേമിയാണ് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ കണ്ടവർക്ക് അറിയാം, നമ്മൾ ഒരു 8-10 സംസ്ഥാനങ്ങളൊക്കെ നമ്മൾ കറങ്ങിയിട്ടൊക്കെ ഇങ്ങനെ തിരിച്ച് വന്നൊരു 4 മാസത്തെ യാത്രയൊക്കെ ഉണ്ടായി. നമ്മൾ ഷിഹാബ് ഹജ്ജിന് പോണ സമയത്ത് വിവിധ സംസ്കാരങ്ങൾ, ഒരുപാട് ആളുകൾ, പല വിധത്തിലുള്ള ആളുകൾ. നമ്മൾ ഈ കാണുന്ന കേരളത്തിൻ്റെ ചുറ്റുപാടൊന്നും അല്ല. ഒരുപാട് ആളുകൾക്ക് അറിഞ്ഞവരുണ്ടാവും. പക്ഷേ ഇവിടെ നിന്ന് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ജീവിത ശൈലികൾ, ഞാനൊക്കെ വീട്ടിൽ കാണിച്ചിരുന്നു. അതായത് മാസങ്ങളോളം കുളിക്കാത്തവരുണ്ട്, ബാത്റൂമില്ലാത്ത ആളുകളുണ്ട് ഇപ്പോഴും. അതുപോലെ പിന്നെ കുളിക്കാതെ വന്നിട്ട് മേലൊക്കെ വ്രണം വന്നിട്ടുള്ള സമൂഹങ്ങൾ ജീവിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ. പിന്നെ എന്താ പറയുക, രാത്രിയായി കഴിഞ്ഞാൽ കടകളടക്കാൻ കാത്തിരിക്കണം. അതൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. അവരൊക്കെ ഇവിടെ വന്നിട്ട് അപ്പം ഈ ഒരു യാത്രൻ്റെ ഇതിൽ പറയാം. കാരണം ഒരുപാട് പിന്നെ വൈവിധ്യമാർന്ന സംസ്കാര രീതിയിൽ ജീവിക്കുന്ന നാടാണ് നമ്മൾ ഇന്ത്യ എന്ന് എല്ലാവർക്കും അറിയാം. ഒരു നാട്, ഒരു ഭാഷ അല്ലെങ്കിൽ ഒരു പിന്നെ ക്ലൈമറ്റോ കാര്യങ്ങളൊന്നുമല്ല. നമ്മുടെ നാട്ടിൽ തന്നെയാണ് 3 മണിക്കൂർ മാത്രം സൂര്യൻ ഉദിക്കുന്ന നാടൊക്കെ നമ്മൾ ഇന്ത്യയിലുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ സൽമാൻ്റെ യാത്രാ വിശേഷങ്ങൾ. അപ്പോൾ സപ്പോർട്ട് ചെയ്യാം അല്ലേ? നമ്മൾ സന്ദേശം കൊടുക്കുന്നുണ്ട് കേട്ടോ. അതാണ് നമ്മളൊരു ഐ ലവ് മൈ ഇന്ത്യ, ഐ ആം പ്രൗഡ് ടു ബി ഇന്ത്യ. അതായത് മതേതര ഇന്ത്യ എന്നുള്ളതാണ് നമ്മൾ കൊടുക്കുന്ന സന്ദേശം. കാരണം എന്താ വെച്ചാൽ ഇപ്പം നമ്മളൊരു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ജാതി മത പ്രശ്നങ്ങളൊക്കെയാണല്ലോ, വർഗീയതകൾ കാര്യങ്ങളൊക്കെ ഉള്ള. അപ്പം നമ്മൾ ആദ്യം അതിനൊരു തീരെ താല്പര്യമില്ലാത്തവരാണ്. നമ്മളെല്ലാവരും ഒന്നാണെന്നുള്ളൊരു സന്ദേശം. നമ്മളെ മതം ഓൽക്കോല മതം, പണം, ജാതി, പവർ, സ്റ്റാറ്റസ് ഇങ്ങനൊന്നുമില്ല. എല്ലാ സ്റ്റേറ്റുകളും, എല്ലാ മതക്കാരും, എല്ലാ ജാതിക്കാരും, എല്ലാ വ്യക്തിത്വങ്ങളും ഒരുമിച്ച് ഇരിക്കട്ടെ, ഒരുമിച്ച് സംസാരിക്കട്ടെ, സൗഹൃദങ്ങൾ പങ്കിടട്ടെ. കാരണം നമ്മളെ ഒരാളെ ലൈഫിൽ എത്ര ദിവസം ഉണ്ട്? 10-25 ദിവസം, അതായത് 10-60 വയസ്സ്. അതിൽ പകുതി കഴിഞ്ഞു പോയി, 30 കഴിഞ്ഞു. ഇനി വേറെ പോയാൽ 5000-10000 വയസ്സുണ്ട്. അപ്പൊ ഇതിൽ കുറെ ദേഷ്യം വാശി കാണിച്ചുകൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. പിന്നെ നമ്മള് ഒരാളോട് ദേഷ്യം കാണിക്കുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുക ശരിക്കും ആർക്കാണ്? നമുക്ക് തന്നെയാണ്. കാരണം ആ സാധനം നമ്മളെ ഷോൾഡർമേലാണല്ലോ. തീർച്ചയായിട്ടും. അപ്പൊ ഇതിട്ടുകൊണ്ട് നടന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ട് യാത്രകൾ ചെയ്യുമ്പോൾ അനുഭവങ്ങൾ കിട്ടും, തിരിച്ചറിവുകൾ കിട്ടും. അപ്പൊ എല്ലാവരും ഒരുമിച്ച് നിൽക്കട്ടെ, സൗഹൃദങ്ങൾ പങ്കുവെക്കട്ടെ, ജാതിയും അതൊന്നും ഇല്ലാണ്ട്. അതാണ് നമ്മളെ വലിയൊരു സന്ദേശമാണ് കേട്ടോ. നമ്മൾ ഇന്നത്തെ കാലത്ത് കാലോചിതമായിട്ടുള്ള എന്താ പറയുക ഒരു സന്ദേശം തന്നെയാണ് ശരിക്ക്. നമ്മളെല്ലാവരും ഒന്നാണെന്നുള്ളത്. ഇതൊക്കെ നമ്മൾ ഒരുപാട് കാലങ്ങളെ കൊണ്ട് ചെറുപ്പം മുതലേ സ്കൂളിലും കാര്യങ്ങളിലൊക്കെ നമ്മൾ കേൾക്കുന്നതാണ്. പക്ഷെ ആരും പ്രാവർത്തികമാക്കണില്ല എന്നാണ്.
വർഗത്തിൻ്റെ പേരിൽ, നിറത്തിൻ്റെ പേരിൽ, മതത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിലൊക്കെ നമ്മൾ തമ്മിലെല്ലാം സമയത്ത് പണത്തിൻ്റെ പേരിൽ നമ്മളൊക്കെ പറന്ന് വീഴുമ്പോൾ നാസർ മാലിക്കാൻ്റെ വാക്കുകൾ കടമെടുത്താൽ നമ്മളൊക്കെ പറന്ന് വീഴുമ്പോൾ ഒന്നുമില്ലാതെ വന്നു, ഒന്നുമില്ലാതെ പോണു. അതിൻ്റെ ഇടയിൽ കുറേ ദേശീയം കാണിച്ചിട്ടൊന്നും കാര്യമില്ല. പിന്നെ ഈ കുശുമ്പ് എസ്പെഷ്യലി മലയാളികൾക്കുള്ളതാണ് കേട്ടോ, പറഞ്ഞുതരാം. ഈ വാശി എന്താണ് ഈ അസൂയ കുശുമ്പ് എന്നൊക്കെ നമ്മളെ രാജ്യത്ത് നിന്നും നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞാൽ ഇതൊന്നും മനുഷ്യന്മാർക്കുള്ളൊരു വളരെ ചുരുക്കമാണ്. പക്ഷെ നമുക്ക് സമയമില്ല. മലയാളികൾ അതുപോലെ സമുദായം പറഞ്ഞ പോലെ മലയാളികൾ ഏറ്റവും പ്രബുദ്ധരാണ്. പക്ഷെ അവർക്കാണ് ഏറ്റവും കൂടുതൽ ഞാൻ മനസ്സിലാക്കുന്നത് ഒരാളുടെ അയാളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ശത്രു എന്ന് പറഞ്ഞാൽ അയാളെ ഈഗോ ആണ്. തീർച്ചയായിട്ടും നശിപ്പിക്കുന്നത്. അതിനു വേണ്ടി അയാളെ സ്വത്തും ഫുള്ള് വിൽക്കും ആ ഈഗോ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. തീർച്ചയായിട്ടും ആ ഒരു വാശി കാണിക്കാൻ. അതുപോലെ നമുക്കുള്ള ഒരു പ്രത്യേകതയാണ് മറ്റുള്ളവർ നോക്കിയിട്ട് കെടമത്സരങ്ങൾ. ഒരു കേരളത്തിന്റെ ഉള്ളതാണ്. നമ്മളിവിടുന്ന് വിട്ട് കഴിഞ്ഞാൽ ആർക്കും അങ്ങനത്തെ ചിന്തിക്കാൻ അവർക്കും ചിന്തിക്കാൻ ഒഴിവില്ല. എന്താണോ കിട്ടുന്നത് ആ കിട്ടുന്നത് ഏറ്റ് ജീവിക്കുക. ആ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്നേഹത്തിലാണ്. ഒരാളെ കുറിച്ചും അന്വേഷിക്കണില്ല. നമുക്ക് എന്താ വെച്ചാൽ നമ്മൾ കിടമത്സരം എന്ന് പറഞ്ഞാൽ പരസ്പര എന്താ പറയുക മത്സര ബുദ്ധിയാണ് ശരിക്ക്. ഓൻ അത് ചെയ്തു, ഓൻ ഇത് ചെയ്തു. ഇതൊക്കെ നോർമലി നമ്മുടെ സമൂഹത്തിലുള്ളതാണ് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് പ്രത്യേകിച്ച് മലബാർ ഏരിയയിലൊക്കെ തന്നെ പറയാം, നമ്മൾക്ക് എല്ലാം കൊണ്ടും സ്നേഹസമ്പന്നരാണ്, സൽക്കാരപ്രിയരാണ്, പ്രബുദ്ധരാണ്, വിദ്യാഭ്യാസം ഒക്കെ ഉണ്ട്. പക്ഷേ എങ്കിലും നമുക്ക് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ ഒരുപാട് മേലെ അയക്കാറ് മലയാളികൾ. ഏതായാലും എനിവേ കം ടു ദ പോയിന്റ്. നമ്മൾ പിന്നെ വാപ്പു യാത്ര പോവാണ്. എല്ലാവിധ യാത്രാ ഭാവുകളും നേരെയാണ്. കാരണം യാത്രയാണ്. പിന്നെ നിങ്ങളൊക്കെ കൂടെ ഉണ്ടാവണം എന്ന് പിന്നെ പ്രഷറായിട്ടുള്ള ആളുകളൊക്കെ. കാരണം യാത്രയെ സ്നേഹിക്കുന്നവർക്ക് നല്ലൊരു പ്രത്യേക പിന്നെ വ്യത്യസ്ത അനുഭവമായിരിക്കും കേട്ടോ. കാരണം ഓട്ടോയിലാണ്, സാധാരണക്കാരൻ്റെ ഒരു ഓട്ടോ ആണ് ഇത്. പിന്നെ ഇപ്പം സൗദിയിലും നമ്മൾ കേരളത്തിൽ നിന്ന് പോയിട്ട് സൗദിയിലൊക്കെ ഓട്ടോറിക്ഷ ഉണ്ട് കേട്ടോ. പല രാജ്യത്തും ഓട്ടോറിക്ഷകളൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു വാഹനത്തിൽ യാത്ര ആരംഭിക്കുകയാണ്. നിങ്ങളുടെ വീണ്ടും പറയാനുള്ളത്, ഒന്നും കൂടി പറയാനുള്ളത്, നിങ്ങളൊക്കെ സഹായ സഹകരണങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയിലും അതുപോലെ തന്നെ പിന്നെ ഇത് വലിയൊരു ഇതായിട്ട് എടുക്കല്ല കേട്ടോ. ഒരുപാട് ഇവൻ്റെ ഒരു ആഗ്രഹമാണ്, ഓൻ്റെ ഒരു അഭിലാഷമാണ്. അത് പൂർത്തീകരിക്കാൻ നമ്മൾ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. യാത്രാ സ്നേഹി നിലനിൽക്ക് ഉമ്മാൻ്റെ സപ്പോർട്ട് അതിലാറുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഉമ്മച്ചിയാണിപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് മോനെ ടീഷർട്ട് മാറ്റുന്ന വരെ പറഞ്ഞു. അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഏതായാലും അഭിനന്ദനങ്ങൾ, കൺഗ്രാജുലേഷൻ, ഹാപ്പി ജേണി. തീർച്ചയായിട്ടും അന്ന് കാണാം.